കിട്ടിയില്ല. പിഷാരടി ഇതുപോലെ എനിക്കിവിടെ അവാർഡ് തന്നെ പലർക്കും ഇഷ്ടമില്ലായിരുന്നു. അത് ശരിയാണ്. ആരെങ്കിലും പറഞ്ഞോ? അല്ല, എനിക്കും ഇഷ്ടമല്ലത്. ആണോ പറഞ്ഞത്? അപ്പൊ അത് തരൂല എന്ന് കണ്ടപ്പോൾ എന്റെ അവാർഡ് ശരിയാക്കാൻ വേണ്ടി അവരൊരു സ്ഥലം വരെ പോയതാണ്. അവിടെ കാണാം. എവിടെയാണ്? Very, very important. I don't think we should have justices appointed that decide what they want to hear. It's all about the Constitution and so important, the Constitution, the way it was meant to be. And those are the people that I will appoint. അല്ല സാറേ, അവൻ ധർമ്മജൻ എന്ന് പറഞ്ഞാൽ 10-16 വർഷം ഇവിടെ അമ്പലപ്പറമ്പിൽ കിടന്ന് ഉറക്കുന്ന പരിപാടി കളിച്ചിട്ടുള്ള ഒരാളാണ്. അവൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പം സാറിനെ പോലെ ഒരാള് അതിനെതിരെ അഭിപ്രായം പറയാൻ Why the hell didn't you do it over the last 15-20 years? You were very much involved. You were very much involved in every aspect of this country. അതെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറെ എപ്പിസോഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. സാർ അവിടെ ഇരുന്ന് സാറിന് ഒന്നാമത്തെ കാര്യം സാറ് പറഞ്ഞ ഇംഗ്ലീഷ് എനിക്കും ഞാൻ പറഞ്ഞ മലയാളം സാറിനും അത്രയ്ക്കും experience. I say the one thing you have over me is experience. Because what you've done has turned out badly. For 30 years you've been in a position to help, and if you say that I use steel or I use something else, I make it impossible for me to do that. നമ്മളെ പറയിക്കണം. സാറ് മാത്രം പറഞ്ഞോണ്ടിരുന്ന അങ്ങനെ വേണ്ട. സർവ്വസനാളോടെ ഞാനും വന്നിരിക്കുന്നത്. തർക്കമാണെങ്കിൽ നഷ്ടമെടുത്ത് തർക്കിക്കാൻ ഇരിക്കല. എന്തോ മര്യാദ. ഞാൻ ഇത്ര നേരം സാറ് പറഞ്ഞ കേട്ടോണ്ട് $6 billion was missing. How do you miss $6 billion? You ran the State Department. $6 billion was either stolen. I don't know. It's gone. $6 billion. If you become president, this country is going to be in some mess. സാറേ $6 billion പഴയ 1000 നോട്ട് മാറാൻ വേണ്ടി ബാങ്കിന്റെ മുന്നിൽ ക്യൂ നിന്നിട്ട് തലാറും ഞാൻ വീണിട്ട് ഞാൻ അവന് നാരങ്ങളും മേടിച്ചു കൊടുത്തു. അവനെ പറ്റി ഇങ്ങനെ ഇല്ലാത്ത give back the money that you've taken from certain countries that treat certain groups of people so horribly. Why don't you give back the money? അവന്റെ ഇല്ല, കൊണ്ടേ തരും. കൊണ്ടുള്ള കാലത്ത് ഒരു മനുഷ്യന് ആവശ്യം ഇച്ചിരി പൈസ കടം മേടിച്ചെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ എത്ര രൂപ മേടിച്ചിട്ടുണ്ട്? എനിക്ക് കുഴപ്പമില്ലല്ലോ. സാർ അവിടെ നിന്ന് ബുദ്ധിമുട്ടിയാൽ എങ്ങനെയാണ്? If we got along well, that would be good. If Russia and the United States got along well, that would be good. കേരളത്തിൽ റഷ്യയും പോളണ്ടിനെയും കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അത് പറഞ്ഞാണ്. മുമ്പേ തീരുമാനിച്ച ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ റൂമിൽ ഇരുന്നപ്പോ പറഞ്ഞാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ധർമ്മനെ പറ്റി പറയാം. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? He has no respect for her. He has no respect for our president. And I'll tell you what, we're in very serious trouble. From everything I see, has no respect. ഹലോ കിട്ടിട്ടാ? കിട്ടി. അറിയുന്ന എത്ര എണ്ണം കിട്ടി? അവാർഡ് നിനക്കാ? എടാ, ഇവരെ ആകെ 2 നോമിനീസ്. ഒന്ന് നീ, മറ്റേത് ഞാൻ. നമ്മൾ 10-15 വർഷമായിട്ടുള്ള കൂട്ട് തമ്മിലടിപ്പിക്കാൻ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു നയമാണ് ഏഷ്യാനെറ്റ് നമുക്കെതിരെ എടുത്തിരിക്കുന്നത്. പക്ഷെ അവരാരും വിചാരിച്ചിട്ടല്ല ഞാൻ ഇവിടെ സംസാരിച്ചിട്ടാണ് ഈ സാധനം നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നീ മനസ്സിലാക്കണം. അതെ, നന്ദിയുണ്ട് കേട്ടാ, നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ ബിടായി ബംഗ്ലാവിന്റെ മുതലാളി ഉണ്ടല്ലോ, MLA വഴിയൊക്കെ സ്വാധീനം നടത്താൻ നോക്കിയപ്പോ നേരെ പോ സെറ്റപ്പാണത്ര. MLA ഇവിടെ ഉണ്ട്. ഞാൻ മേടിക്കുന്നതൊക്കെ കണ്ട്. ആരാ? മൈൻഡ് ചെയ്തിട്ടില്ല. കേട്ടാ മതി. പിന്നെ ആരൊക്കെ ഉണ്ട് അവിടെ? എല്ലാരും ഉണ്ട്. മമ്മൂക്കൊക്കെ ഉണ്ട്, ദിലീപേട്ടനുണ്ട്, ജയറാമേട്ടനുണ്ട്, എല്ലാരും ഉണ്ട് അവിടെ. പിന്നെ നീ എവിടെ നിന്നോ, ഞാൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ. നീ അവിടെ ഞാൻ കയറി വരുമ്പോ കൈയടിക്കാനുള്ള സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി വെച്ചേരും കേട്ടോ. ഓക്കെ, ദേ വരുന്നു. അല്ല ഇത് അവിടെ നിന്നാണോ വരുന്നത്? യു മീൻ ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? അതെ, US എന്നോ? പിഷാരടി ഇവിടെയോ? കണ്ടല്ലേ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടിരിക്കുന്നത്. നമസ്കാരം. പറഞ്ഞു തീർന്നേക്ക് മുന്നേ ആൾ ലാൻഡ് ചെയ്തല്ലോ. പെട്ടെന്ന് ഈ വിമാനത്തിൽ പൊട്ടി വീഴുകയാണ്. ധർമ്മജനുമായിട്ട് സംസാരിക്കുമായിരുന്നു, ധർമ്മജന്റെ കാര്യം. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതായിരുന്നു. അല്ല, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ഈ വേദിയിൽ എത്തി എന്നുള്ളതാണ് ഒരു അത്ഭുതം. നേരത്തെ ഏതോ സ്കിറ്റ് പറഞ്ഞല്ലോ, പെട്ടെന്ന് സീരിയലിന്റെ കഥ, സിനിമയുടെ കഥ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും പിഷാരടി ചേട്ടാ, നമ്മുടെ ധർമ്മജന് ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. വെർസറ്റൈൽ പെർഫോമർ ഇൻ TV. What do you have to say? അവന് കിട്ടിയാൽ എനിക്ക് കിട്ടിയ പോലെ, എനിക്ക് കിട്ടിയാൽ അവന് കിട്ടിയ പോലെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഏതായാലും ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഈ വേദിയിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ പിഷാരടിച്ചൻ കൂടെ എത്തിയ സ്ഥിതിക്ക് മറ്റൊരു മംഗളകർമ്മം കൂടി നടക്കാനുണ്ട്. അതായത് ധർമ്മജേട്ടൻ വിഷമിക്കണ്ട കേട്ടോ, ക്യാഷ് അവാർഡൊക്കെ ഉണ്ട്. നമ്മൾ അതും കൂടെ തന്നിട്ടേ വീടുള്ളൂ. For that, Godrej Consumer Products Limitedന്റെ
ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മിസ്റ്റർ പീറ്റർ കക്കാശ്ശേരി ആൻഡ് മിസ്റ്റർ റഹീമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ടു ഗിവ് അവേ ദ ക്യാഷ് അവാർഡ്സ് ഫോർ ധർമ്മജൻ, a versatile performer in television. Second Asianet Comedy Awards, the most versatile performer in TV goes to Dharmajan.